വീഡിയോയിൽ ഇന്ന് വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് കുറേ പേരൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചെടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. എൻ്റെ പേര് മഞ്ജു. ഞാനിങ്ങനെ പരസ്യം കണ്ടിട്ട് വന്നതാ. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്, വിലയും നമുക്ക് അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. കുറേ ചെടികളുള്ളതാണ്, പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ ഇത്ര നല്ല ഹെൽത്തി ഫ്ലവറായിട്ട് കിട്ടുന്നത് തന്നെ വളരെ കുറവാണ്. പക്ഷെ ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്നുണ്ട് ചെടി. ഞാൻ പിന്നെ അദീനിയൊക്കെ എനിക്ക് സെയിലായിട്ടല്ല, പക്ഷെ ഞാനിങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്നാലും അതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഒരു ചെടിയിൽ തന്നെ പല കളർ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ തന്നെ 5 കളർ വരെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് അദീനം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇവിടെ ചെടി എടുക്കാൻ വരുന്നവരൊക്കെ അദീനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ അദീനം ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടെ നമുക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അദീനയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെറൈറ്റി അദീനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു ചെടിക്കകത്ത് തന്നെ പല കളറിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ. മുന്നോട്ട് പോയിട്ട് വലത്തെ സൈഡിലാണ് വീട്. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം, അപ്പൊ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ വരുമല്ലോ. അപ്പൊ എവിടെ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. എന്റെ ഹൈസ്കൂൾ ജംഗ്ഷന് പടിഞ്ഞാറ് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് ഒരു 50-100 മീറ്ററിനകത്ത് തന്നെ റൈറ്റ് സൈഡിൽ. അപ്പൊ വർക്ക് ചെയ്യുന്നതല്ലേ? ഞാനൊരു ബിൽഡിംഗ് ഡിസൈനറാണ്. അപ്പൊ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കളക്ഷനിലുള്ള ഫെലനോപ്സിസ്. അപ്പം ഇത് മിനിയേച്ചർ വെറൈറ്റി ഉണ്ട്, പിന്നെ വലിയ ടൈപ്പ് പൂവിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുറേ ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഈ ചെടികൾ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം നമ്മൾ ഈ ചെടി അയക്കുന്നത് മോസിനകത്ത് ഉള്ള ചെടികളാണ് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെടികൾ മിക്കവാറും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. ചെടികളെല്ലാം ഇതുവരെയും നമ്മൾ നല്ല പാക്കിങ്ങിലാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൂക്കളൊന്നും പോകാതാണ് ഇത് മിക്കവാറും എല്ലാവർക്കും ചെടികളെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മോസിനകത്ത് ഈ ചെടി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റ് കയ്യിൽ കിട്ടുന്ന ഉടനെ ആ മോസ് ഫുള്ള് റിമൂവ് ചെയ്ത ശേഷം ഒന്ന് സാഫിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ കരിക്കട്ടയ്ക്കകത്ത് പോട്ട് ചെയ്ത് വെക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കരിക്കട്ടയ്ക്കകത്ത് പോട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്, കൊച്ചൊന്നും കയറാതിരിക്കും. അതേപോലെ ഫെലനോപ്സിസ് തണലുള്ള ഭാഗത്ത് സൂക്ഷിക്കുക. വെട്ടം വേണം, എങ്കിലും വെയിലടിക്കാത്ത ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ ഫെലനോപ്സിസ് പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പം വെയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല പെട്ടെന്ന് പൊള്ളി പോവുകയും ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഡോർ പോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വേര് ഉള്ള ആ ഭാഗത്ത് മാത്രം വെള്ളം ഒഴിക്കുക. ഇലകളിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്നവരൊക്കെ മിക്കവാറും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ഇങ്ങനെയാണ് ഈ പ്ലാന്റ് നടേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിലും പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.